ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ 42 അബദ്ധങ്ങൾ. ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ ക്യാമറ ടീമിലെ ആളുകളെ കാണാം. അടുത്ത ഷോട്ടിലും അതുപോലെ ക്യാമറ ടീമിലെ ആളുകളെയും അംബർലയും കാണുന്നുണ്ട്. രാവുണ്ണിയേട്ടന്റെ വാച്ചിലെ സമയം ഇപ്പോൾ 11:30. തൊട്ടടുത്ത മിനിറ്റിൽ ഈ ഫോണിൽ കാണിക്കുന്ന സമയം 11:20. ഈ പേപ്പറും ബുക്കും വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ഷോട്ടിൽ അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആൽഫിയുടെ വാച്ചിലെ സമയം 11:25. തൊട്ടടുത്ത ഷോട്ടിൽ പാലോടൻ്റെ വാച്ചിലെ സമയം 5:45. ഈ ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ക്യാമറ ടീമിലെ ആളുകളെ കാണാം. കാറിൻ്റെ പിന്നിൽ കാണിക്കുന്ന ഈ കർട്ടൻ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. തൊട്ടടുത്ത ഷോട്ടിൽ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാം. ഇതിലിപ്പോൾ വളരെ കുറച്ച് മദ്യം മാത്രമേ കാണിക്കുന്നുള്ളൂ. അടുത്ത ഷോട്ടിൽ അതിൽ പകുതിയിലധികം മദ്യമുള്ളതായി കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന ഈ ഹോസിന്റെ പൊസിഷൻ തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ദൂരെ മാറിയിരിക്കുന്ന ഈ പട്ടി തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ജോമോൻ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ഇപ്പോൾ ജോമോന്റെ വാച്ചിലെ സമയം 3:10. ഇപ്പോൾ ഈ ഗ്ലാസിന്റെ ഈ ഭാഗം ശ്രദ്ധിക്കുക. അടുത്ത ഷോട്ടിൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ മോതിരം വലത് കൈയിലാണ്. തൊട്ടടുത്ത ഷോട്ടിൽ അത് ഇടത് കൈയിലായിരിക്കുന്നത് കാണാം. ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. എന്നിട്ടും ആ ടീച്ചർ അവിടെ വന്നിരിക്കുന്നു. ഇവിടെ വെച്ചിരിക്കുന്ന ബോട്ടിലിന്റെ പൊസിഷൻ തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഈ കർച്ചീഫിന്റെ പൊസിഷനും അടുത്ത ഷോട്ടിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നത് കാണാം. ഈ ആങ്കറിന്റെ ഹൂക്ക് ജോമോന്റെ വലതുവശത്താണുള്ളത്. അടുത്ത ഷോട്ടിൽ അത് ഇടതുവശത്തായിരിക്കുന്നത് കാണാം. ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ ക്യാമറ ടീമിലെ ആളുകളെയും ട്രോളിയും റിഫ്ലക്ട് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ജോമോന്റെ മുന്നിൽ നിൽക്കുന്നവരെ തൊട്ടടുത്ത ഷോട്ടിൽ കാണാനില്ല. ഇവിടെ കാണുന്ന ബസിന്റെ വൈപ്പറിന്റെ പൊസിഷൻ അടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഈ കപ്പിന്റെ പൊസിഷൻ തൊട്ടടുത്ത സെക്കൻഡിൽ വ്യത്യാസമുണ്ട്.
ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ ക്യാമറ ടീമിലെ ആളുകളെ കാണാം. ഇപ്പോൾ ഈ കാറിൻ്റെ ഫ്രണ്ട് ഡോർ ഈ മരത്തിന് നേരെയായിട്ടാണ് നിർത്തിയിടുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ഈ കാറിൽ നിന്നും അല്പം മാറിയാണ് സംസാരിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ കാറിന് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്നതായി കാണിക്കുന്നു. ഈ സീനിൽ ടോണി പറയുന്നുണ്ട് ഇതൊരു ജെൻസ് ഷോപ്പാണെന്ന്. എന്നാൽ അടുത്ത ഷോട്ടിൽ പറയുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അച്ഛനും അമ്മയുമായിട്ട് വരണമെന്ന്. ജെൻസ് ഷോപ്പിലേക്ക് എന്തിന് അമ്മയുമായിട്ട് വരണം? ഇവിടെ വെച്ചിരിക്കുന്ന സിഗരറ്റിന്റെ പൊസിഷൻ തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജോമോന്റെ ഷർട്ടിന്റെ സ്ലീവ് അഴിച്ചിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഷോട്ടിൽ അത് മടക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ വിൻസെന്റ് കൈ വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാഗിന്റെ വള്ളി ടീപ്പോയിൽ നിന്നും താഴേക്ക് തൂങ്ങിയാണ് ഇരിക്കുന്നത്. അടുത്ത ഷോട്ടിൽ അത് നേരെ ഇരിക്കുന്നത് കാണാം. ഇയാൾ കോൾ അറ്റൻഡ് ചെയ്യാതെയാണ് ഫോൺ ചെവിയിലേക്ക് വെക്കുന്നത്. പെരുമാളിന്റെ ഷർട്ടിന്റെ സ്ലീവ് തൊട്ടടുത്ത ഷോട്ടിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നിന്നും അല്പം ദൂരം മാറിയാണ് സൈക്കിൾ നിർത്തിയിട്ടിരിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ വളരെ അടുത്ത് നിർത്തിയിട്ടതായി കാണിക്കുന്നു. ഇപ്പോൾ ഈ സൈക്കിളും ക്യൂവും തമ്മിൽ വളരെ നല്ല അകലമുണ്ട്. അടുത്ത ഷോട്ടിൽ അത്ര അകലം കാണിക്കുന്നില്ല. ഈ സൈക്കിളിന് മുന്നിൽ ഇപ്പോൾ കൊട്ടയില്ല. എന്നാൽ അടുത്ത ഷോട്ടിൽ അവിടെ കൊട്ടയുള്ളതായി കാണിക്കുന്നു. ഈ രണ്ട് സൈക്കിൾ തമ്മിൽ ഇപ്പോൾ നല്ല അകലമുണ്ട്. എന്നാൽ അടുത്ത ഷോട്ടിൽ അത്ര അകലമൊന്നും കാണിക്കുന്നില്ല. ഷർട്ടിന് പുറത്തുകൂടെയാണ് ഇപ്പോൾ ടാഗ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അടുത്ത ഷോട്ടിൽ ഷർട്ടിന് ഉള്ളിലൂടെ ഇട്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഈ ബൈബിൾ ഇപ്പോൾ വിൻസെന്റിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. അടുത്ത ഷോട്ടിൽ ബൈബിളിന്റെ പകുതി കസാരയുടെ പിടിയിലേക്ക് കയറിയിരിക്കുന്നത് കാണാം. ഇവിടെ വെച്ചിരിക്കുന്ന ഫയലിന്റെ പൊസിഷൻ തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഇവർക്ക് പിന്നിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ തൊട്ടടുത്ത ഷോട്ടിൽ കാണാനില്ല. വിൻസെന്റ് അടിക്കുന്ന ഈ അടി മുഖത്തിന്റെ അടുത്തുകൂടെ പോലും പോകുന്നില്ല. ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഡബിൾ ഹോഴ്സ് എന്ന ഫുഡ് കമ്പനിയുടെ മിഷനാണിത്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഡബിൾ ഹോഴ്സിന്റെ ഫൗണ്ടർ എം.ഒ. ജോൺ സാറാണ്.